പൊടിപ്പാറ രാഷ്ട്രീയ നിരീക്ഷകൻ ചേരുന്നുണ്ട്. ശ്രീ ജോർജ് പൊടിപ്പാറ, ലോക്സഭാ സീറ്റിൽ അവകാശവാദവുമായി കേരള കോൺഗ്രസ് എത്തുന്നു. ഇന്ന് ചർച്ച നടക്കുകയാണ് കോൺഗ്രസുമായിട്ട്. എന്തായിരിക്കും കോട്ടയത്തെ സംബന്ധിച്ച് ആരാണ് വലിയ ശക്തി എന്ന് തെളിയിക്കേണ്ടതുണ്ട്. അത് കാണിക്കുന്നതുൾപ്പെടെ വലിയ ലക്ഷ്യങ്ങൾ കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് രണ്ട് വിഭാഗത്തെയും സംബന്ധിച്ച് കോട്ടയം സീറ്റുമായി ബന്ധപ്പെട്ടുണ്ട്. എങ്ങനെയായിരിക്കും സ്ഥാനാർത്ഥി നിർണയമെന്നാണ് താങ്കൾ കരുതുന്നത്? ഈ തോന്നുന്നത് കോട്ടയം സീറ്റിന്റെ കാര്യത്തിൽ ഇനിയിപ്പോ കേരള കോൺഗ്രസ് ജോസഫിന് ആ സീറ്റ് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഏറെക്കുറെ തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് സീറ്റ് നിഷേധിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് സീറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ ഇനി സംശയമില്ല. ഇനി ജോസഫ് ഗ്രൂപ്പ് ആരെയാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുക എന്നൊരു ചോദ്യമാണ് ഇനി പ്രധാനമായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അത് കോൺഗ്രസിന്റെ തീരുമാനത്തിൽ ഇല്ലെങ്കിൽ കോൺഗ്രസിന്റെ താല്പര്യത്തിനനുസരിച്ച് ഒരു തീരുമാനമെടുക്കാൻ നിർബന്ധിതരാകുമോ കേരള കോൺഗ്രസ്? അവിടെ സ്വാഭാവികമായിട്ട് അവിടെ വിജയസാധ്യത വലിയൊരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഒരു സാധ്യതയുള്ളത് കേരള കോൺഗ്രസ് ഇനി ഇടുക്കിയും കോട്ടയം തമ്മിലൊരു വെച്ചുമാറ്റത്തിന് തയ്യാറാകുമോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഫോർമുല ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലേ ഉള്ളൂ സംശയം. ഏതായാലും ഒരു സീറ്റ് കേരള കോൺഗ്രസ് ജോസഫിന് കൊടുക്കും എന്ന കാര്യത്തിൽ UDF തീരുമാനം ഒരു സമവായം ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് അത് മാനസികമായിട്ട് തയ്യാറെടുത്തു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ അവിടെ ആരായിരിക്കും സ്ഥാനാർത്ഥി? ആ സ്ഥാനാർത്ഥി ആരെന്നതിനെ ചൊല്ലി ജോസഫ് ഗ്രൂപ്പിൽ തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനകത്ത് പലരും കോട്ടയം സീറ്റിന്റെ കാര്യത്തിൽ ഭൈമി കാമുകർ ഒരുപാടുണ്ട് എന്ന് നമുക്കറിയാം. എനിക്ക് തോന്നുന്നു അവിടെ ഫ്രാൻസിസ് ജോർജ് തന്നെ ആകാനുള്ളൊരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. ആത്യന്തികമായിട്ട് ഇപ്പോ PJ ജോസഫ് ഇനിയിപ്പോ ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിക്കാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ തന്നെ മറ്റൊരു സ്ഥാനാർത്ഥി മോൻസ് ജോസഫിനാണെങ്കിൽ കേരളം വിട്ട് അല്ലെങ്കിൽ ഇപ്പൊ അദ്ദേഹം നിലവിൽ MLA ആണ്. അദ്ദേഹത്തിന് മറ്റ് ഈ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള താല്പര്യം ഉണ്ടാകാൻ സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ പിന്നൊരു സാധ്യത എന്ന് പറയുന്നത് ഫ്രാൻസിസ് ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസിസ് ജോർജ് കോട്ടയത്ത് മത്സരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അക്കാര്യത്തിൽ മോൻസ് ജോസഫിന് പൂർണ്ണ താല്പര്യം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഒരു വിഭാഗത്തിന്, കോൺഗ്രസിൽ തന്നെ ഒരു വിഭാഗത്തിന് അവിടെ ഒരു ധൈര്യക്കുറവുണ്ടോ? മാണി വിഭാഗം മുന്നണി വിട്ട സാഹചര്യത്തിൽ ഇനി അവിടെ കേരള കോൺഗ്രസിനെ മത്സരിപ്പിച്ചാൽ ജയിക്കില്ല എന്നൊരു ആത്മവിശ്വാസക്കുറവ് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനുണ്ടോ? അതുകൂടി പരിഗണിക്കാനുള്ള സാധ്യതയുണ്ടോ ഇനി? അങ്ങനെ ഒരു സാധ്യത ഏതായാലും അതൊരു സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നതായിട്ട് താരതമ്യപ്പെടുത്തിയാൽ കേരള കോൺഗ്രസ് ജോസഫ് കോട്ടയത്ത് മത്സരിക്കുന്നതിനേക്കാൾ വിജയസാധ്യത കൂടുതൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അതിന്റെ പേരിൽ ഇനി മുന്നണിയിൽ ഒരു അവസരം ഉണ്ടാക്കാനും മൊത്തത്തിൽ ഒരു തർക്കവിതർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനും കോൺഗ്രസ് നേതൃത്വം തയ്യാറാകും എന്ന് തോന്നുന്നില്ല. അപ്പോ സീറ്റ് കേരള കോൺഗ്രസ് ജോസഫിന് തന്നെ കൊടുക്കും. പക്ഷെ കോൺഗ്രസ് കൂടി നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന് കൂടി താല്പര്യപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയെ അവർക്ക് കണ്ടെത്തേണ്ടി വരും. ഏറ്റവും വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ. അതാര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ആ പാർട്ടി തന്നെയാണ് കണ്ടെത്തേണ്ടി വരിക. പക്ഷെ കോൺഗ്രസിന്റെ കൂടി താല്പര്യങ്ങൾ ചിലപ്പോൾ പരിഗണിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ അവിടെ ഫ്രാൻസിസ് ജോർജ് ആണിപ്പോ ആ പാർട്ടിക്കകത്ത് തീർച്ചയായിട്ടും ഒരു ഏറ്റവും പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഏറ്റവും പ്രോബബിൾ കൈയായിട്ട് ഞാൻ കാണുന്നത്. അങ്ങനെ ആണെങ്കിൽ ഫ്രാൻസിസ് ജോർജ് പൊതുവെ വിവാദങ്ങളില്ലാത്തൊരു മനുഷ്യനാണ്. പൊതുവെ അധികാര തർക്കങ്ങളിൽ അധികം പങ്കാളിയാകാറുമില്ല. മാന്യനാണ്. അതുകൊണ്ട് തന്നെ ഒരു വിരോധം അദ്ദേഹത്തിന്റെ പശ്ചാത്തലം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രാൻസിസ് ജോർജ് കോട്ടയത്തുകാർക്ക് അപരിചിതനൊന്നും അല്ല. ജയൻ ജോർജിന്റെ കാലം മുതലുള്ള ആ ഒരു ബന്ധമെല്ലാം ഇരിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ കോട്ടയത്തുകാർക്ക് വലിയ വിരോധത്തിന്റെ കാര്യങ്ങളൊന്നും കാണുന്നില്ല. അദ്ദേഹം ഒരിക്കലും ഒരു വിവാദ പുരുഷനായിരുന്നില്ല കാര്യമായിട്ട്. കേരള കോൺഗ്രസിനകത്തെ അധികാര തർക്കങ്ങളിലോ അല്ലെങ്കിൽ വിഭജന പ്രക്രിയയിലൊന്നും എല്ലാ കാലത്തും വലിയ നായകനല്ലാത്ത ഒരാളാണ്. മിതഭാഷിയാണ്, മാന്യനാണ് എന്നുള്ളൊരു സങ്കല്പം പൊതുവിൽ കേരള രാഷ്ട്രീയത്തിലുണ്ട്. അദ്ദേഹം സ്വാഭാവികമായിട്ടും അതായിരിക്കാം ഏറ്റവും വലിയ ചാൻസ് അദ്ദേഹത്തിനായിരിക്കും നറുക്ക് വീഴുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, നന്ദി ശ്രീ ജോർജ് പൊടിപ്പാറ. ഇപ്പോൾ